അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇന്നും ഇന്നലും തുടങ്ങിയതല്ല. അദ്ദേഹത്തിൻ്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ, പാലക്കാട് ഇത് സംഭവിച്ചു, ഇതിനു മുമ്പ് ഇത് സംഭവിച്ചു പൂഞ്ഞാറിലാണ്, ഇനി സംഭവിക്കാൻ പോകുന്നത് തൊടുപുഴയിലാണ്. അപ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ, രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി സി ജോർജ് തുടരുക തന്നെ ചെയ്യും. അതിനകത്ത് അദ്ദേഹം ഉപേക്ഷിച്ച ഭാഷ തെറ്റായി പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. പിന്നെ നിയമത്തെ നിയമപരമായി നേരിടും. പിന്നെ കോടതിയുടെ കമൻറ്റുകളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് പിന്നീട് തീരുമാനിക്കും. മറുപടി അറിയിച്ചിട്ടില്ല, പോലീസുകാർ മറുപടി അറിയിച്ചിട്ടില്ല. ഇനി നമ്മൾ പറഞ്ഞത് പി സി ജോർജ് നാട് വിട്ടോടാൻ പറ്റി കഴിയുന്ന ഒരാളാണോ, എങ്ങോട്ടേലും പോകാൻ കഴിയുന്ന ഒരാളാണോ? അദ്ദേഹത്തെ ഇതിനു മുമ്പ് നിയമത്തെ അനുസരിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം പാലാ സ്റ്റേഷനിൽ അദ്ദേഹം ചെന്നത്. അപ്പോൾ പി സി ജോർജ് ഇവിടെ നാട് വിട്ട് പോകാൻ പറ്റുന്ന, പിന്നെ അദ്ദേഹം എവിടെയാണോ അദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കണം. ഇത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്ന് പറഞ്ഞിട്ട് ഇനി പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. തീവ്രവാദ സംഘടന എന്നുള്ളത് തീവ്രവാദ സംഘടന എന്നല്ലാത്ത KCY എന്ന് പറഞ്ഞാൽ പറ്റൂ, ഇല്ലല്ലോ. തീവ്രവാദ സംഘടനയെക്കുറിച്ച് ഒരേ പ്രാവശ്യം അല്ല, ഇനി 5 പ്രാവശ്യം പറയേണ്ടി വരും. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പി സി ജോർജ് എന്നുള്ള അത് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപ്രവർത്തന കടമയാണ്. എൻ്റെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം കൂടുതൽ പറഞ്ഞ് ഇവിടുത്തെ കാര്യം എന്താണ്, അദ്ദേഹം 33 വർഷം ഈ നാടിനെ പ്രതികരിച്ചതാണ്. മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഈ നാട്. ഇന്ന് ആ നാട് അവിടെ എത്തി നിൽക്കുന്നു എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ, ഞാൻ പറഞ്ഞില്ലേ, ഹമാസ് നേതാവിൻ്റെ പടം വെച്ചുകൊണ്ട് പ്രദർശനം നടത്തിയ നാടാണിത്. ഇവിടെ എന്താ ഇതിൻ്റെ അടിത്തറ? ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സമൂഹത്തെ കൂടെ മോശമാക്കുന്ന പ്രവണതയാണ് ഇവിടെ ഉള്ളത്. അത് നെല്ലും പതിനും തിരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് തന്നെ മുമ്പോട്ട് പോകും. അതിനൊരു സംശയം വേണം.